കേരള ബ്ലാസ്റ്റേഴ്സ് ISLന്റെ 10ാം സീസണിൽ 12 മത്സരങ്ങളിൽ 26 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടീം. എന്നാൽ ആ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോഴും അതിലേക്ക് വന്ന വഴി ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കുറച്ച് കഠിനകരം തന്നെയായിരുന്നു. പ്രധാനമായും പരിക്കുകളും വിലക്കുകളും തന്നെയായിരുന്നു തടസ്സങ്ങളായി നിന്നിരുന്നത്. വിലക്കുകൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ, പരിക്കുകളാണ് ബ്ലാസ്റ്റേഴ്സിനെ വിട്ടൊഴിയാതെ ഇങ്ങനെ കൂടെ കൂടിയിരിക്കുന്നത്. ISLന്റെ 10ാം സീസൺ മുന്നോടിയായി തുടങ്ങിയതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഗതികേട്. ഇങ്ങനെ ഒരു നിർഭാഗ്യകരമായ സീസൺ ബ്ലാസ്റ്റേഴ്സിന് വേറെ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. ISLന്റെ 10ാം സീസണോടനുബന്ധിച്ച് ടീമിലെത്തിച്ച ഓസ്ട്രേലിയൻ സ്ട്രൈക്കർ ജോഷുവ സൊട്ടേരിയോ പരിശീലനത്തിനിടെ പരിക്ക് പറ്റി പുറത്തുപോയി തുടങ്ങിയതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കഷ്ടകാലം. പിന്നീട് ലെസ്കോവിച്ചും ദിമിത്രിയോസും പരിക്കിന്റെ പിടിയിലായി. ISLന്റെ തുടക്കം ഇവരില്ലാതെ ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങി. എന്നാൽ ദിമിത്രിയോസ് പരിക്കുമാറി ടീമിനൊപ്പം ചേർന്നപ്പോൾ ആണ്ടുകിടക്കുന്നു പ്രതിരോധ നിരയുടെ കരുത്ത് ഐബാൻ ഡോഗ്ലിങ്ങും മധ്യനിരയുടെ കരുത്ത് ജിക്സൺ സിംഗും പരിക്കിന്റെ പിടിയിലായി. ഏതാണ്ട് സീസൺ തന്നെ നഷ്ടമാകുമെന്ന അവസ്ഥയിലായി. എന്നാൽ ജിക്സൺ സിംഗ് പരിക്കിൽ നിന്നും മുക്തനായി നിലവിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേർന്നിട്ടുണ്ട്. ഐബാൻ ഡോഗ്ലിംഗ് എന്ന് തിരിച്ചെത്തുമെന്നത് വ്യക്തമല്ല. എന്നാൽ സ്ട്രെങ്തനിങ് ട്രെയിനിങ് ആരംഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടയിൽ ആശ്വാസം എന്നോണം ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ കൂട്ടയുടെ വൻമതിൽ ലെസ്കോവിച്ച് ISLന്റെ ആദ്യ ഫേസിലെ അവസാന ഘട്ടത്തിൽ ടീമിനൊപ്പം ചേർന്നു. താരങ്ങളുടെ അഭാവത്തിലും അതുവരെയും തളരാതെ ബ്ലാസ്റ്റേഴ്സ് കുതിപ്പ് തുടരുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ കൊമ്പന്മാരുടെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയെ തന്നെ പരിശീലനത്തിനിടയിൽ ഉണ്ടായ പരിക്കിൽ ടീമിന് നഷ്ടമാകുന്നത്. ലൂണയ്ക്കും ഏതാണ്ട് ഈ സീസൺ നഷ്ടമാകും. പിന്നീട് ഇവാൻ യൂക്കോമനോവിച്ച് യുവതാരങ്ങളെയും ചേർത്ത് പിടിച്ച് ISLന്റെ ആദ്യ ഫേസിലെ അവസാന ഘട്ടം ഒരു തരത്തിൽ തള്ളി നീക്കുകയായിരുന്നു. അതിനിടയിൽ മധ്യനിര താരം ഫ്രെഡി ലല്ലമാവ ബൈക്ക് അപകടത്തിൽ പരിക്കിന്റെ പിടിയിലാകുന്നു. വിപിൻ മോഹനനും മത്സരത്തിനിടയിൽ പരിക്ക് പറ്റി പുറത്താകുന്നു. നിലവിൽ രണ്ടുപേരും ട്രെയിനിങ് പുനരാരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തരത്തിൽ ISL ആദ്യ സെക്ഷൻ അവസാനിപ്പിച്ചു. സൂപ്പർ കപ്പിലും വലിയ പരിക്കുകളൊന്നുമില്ലാതെ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചെത്തിയെന്ന് ഇവാൻ യൂക്കോമനോവിച്ച് പറഞ്ഞവസാനിപ്പിച്ചില്ല. അതിനു മുമ്പ് കേട്ടു കാമി പെപ്പറയ്ക്ക് പരിക്ക് ഗുരുതരമാണെന്നും ഈ സീസൺ നഷ്ടമാകുമെന്നും. ISLന്റെ സെക്കൻഡ് ഫേസിന് തുടക്കം കുറിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് പെപ്പറയുടെ പരിക്കിന്റെ രൂപത്തിൽ അടുത്ത തിരിച്ചടിയും ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്നത്. മറ്റു താരങ്ങളൊക്കെ പരിക്കിന്റെ പിടിയിലായപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ബാക്കപ്പ് താരങ്ങൾ ഉണ്ടായിരുന്നു. ഈവൻ ലൂണയുടെ ആബ്സെൻസ് പോലും നമ്മുടെ യുവതാരങ്ങൾ നികത്തി. എന്നാൽ പെപ്പറയ്ക്ക് പകരം ആരെന്നൊരു ചോദ്യം തന്നെയാണ്. കാരണം മുന്നേറ്റ നിരയിൽ ദിമിത്രിക്കൊപ്പം മികവ് പുലർത്താൻ പറ്റിയ താരങ്ങളൊന്നും നിലവിൽ ബ്ലാസ്റ്റേഴ്സിനില്ല. പെപ്പറയും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നില്ല. എന്നാൽ അവസാന ചില ഒറ്റപ്പെട്ട മത്സരങ്ങളിൽ മികവ് കാണിച്ച് ഫോമിലേക്ക് വരുന്ന ചില സൂചനകൾ നൽകിയിരുന്നു. അപ്പോഴത്തേക്കും പരിക്കും പറ്റി. മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിലും എതിർ ടീമിനെ പ്രസ് ചെയ്യുന്നതിലും വർക്ക് റേറ്റിലും പെപ്പറ മികവ് കാണിച്ചിരുന്നു. എന്നാൽ എല്ലാ മത്സരങ്ങളിലും പെപ്പറയെ മാത്രം പരീക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ മറ്റ് ഇന്ത്യൻ മുന്നേറ്റ താരങ്ങൾക്ക് വേണ്ട അവസരം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ പെപ്പറയുടെ സ്ഥാനത്ത് മികച്ച സ്റ്റാമിനയിൽ കളിക്കാൻ ഇഷാൻ പണ്ഡിതയ്ക്കും രാഹുൽ KPക്കും സാധിക്കുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. അതോടൊപ്പം ഗോകുലം കേരളയിലേക്ക് ലോണിൽ വിട്ടിരുന്ന ഇമ്മാനുവൽ ജസ്റ്റിനെ ബ്ലാസ്റ്റേഴ്സ് തിരികെ വിളിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ഗോകുലം കേരളയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഇമ്മാനുവൽ ജസ്റ്റിന് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയ്ക്ക് ദിമിത്രിയോസിനൊപ്പം കരുത്തു പകരാൻ സാധിച്ചാൽ ഒരു പരിധിവരെയും ബ്ലാസ്റ്റേഴ്സിന്റെ തലവേദന മാറിക്കിട്ടും. എന്തായാലും കൂടുതൽ പരിക്കുകളൊന്നും സംഭവിക്കാതെ ISLന്റെ ബാക്കിയുള്ള മത്സരങ്ങൾ കൂടി ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ കൂടുതൽ ISL അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.